പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് പുഞ്ചക്കരി കരുമത്ത് വീട് കയറി ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് കരുമം സ്വദേശി പ്രകാശിന്റെ വീട് 2 പേർ ചേർന്ന് അടിച്ചു തകർത്തത്. മകനോടുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പ്രകാശ് പറയുന്നത്. നമുക്ക് ആഷിൻഡിയാഗോ ഉണ്ട്, ആഷിൻഡിയാഗോട് ചോദിക്കാം. ആഷിൻഡിയാഗോ, എന്താണ് സംഭവിച്ചതെന്നാണ് വീട്ടുകാർ പറയുന്നത്? മകനോടുള്ള മുൻവൈരാഗ്യം കൊണ്ട് വീട് അടിച്ചു തകർക്കുകയും ഇതെന്താ സംഭവം? മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ? അരുൺ, ഇന്ന് പുലർച്ചെയാണ് ഈ വീട്ടിൽ ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീടിന്റെ ജനലുകൾ, ചില്ലുകൾ, അതുപോലെ തന്നെ വാതിലെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. രാത്രി 1 മണിയോടുകൂടി ആണ് ഈ സംഭവം നടക്കുന്നത്. പ്രകാശും ഭാര്യയും അമ്മയും മാത്രമാണ് ഈ ആക്രമണ സമയം ഈ വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിലേക്ക് ഈ കതക് വെട്ടിപ്പൊളിച്ചാണ് യുവാക്കൾ കയറിയത് എന്നുള്ളതാണ്. അതിനുശേഷം വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവ നശിപ്പിച്ചിട്ടുണ്ട്. കസാര മുതൽ ടെലിവിഷൻ മുതൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ഇവർ അടിച്ചു തകർത്തു ഉള്ളതാണ്. ഭീകരാന്തരീക്ഷമായിരുന്നു രാത്രി മുതൽ ഉണ്ടായിരുന്നത്. ഇവർ ഈ വീട്ടിലുണ്ടായിരുന്നത് നിലവിളിച്ച് പുറത്തേക്കിറങ്ങി ഓടി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രകാശിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മകനുമായുള്ള ഒരു തർക്കമാണ്. തർക്കത്തെ തുടർന്നാണ് ഈ 2 യുവാക്കൾ ഈ രാത്രി വീട്ടിന് സമീപത്തേക്ക് എത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി വീടടിച്ചു തകർത്തത് എന്നുള്ളതാണ് പ്രകാശ് പറയുന്നത്. രാവിലെയോടുകൂടി തന്നെ ഇന്നലെ രാത്രി തന്നെ ഇവർ നേമം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അവർ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ടുവന്നാണ് ഇവർ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, പ്രകാശിന്റെ ഭാര്യയുടെ കഴുത്തിലടക്കം ഇവർ ഈ കത്തി വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പ്രകാശ് പറയുന്നുണ്ട്. നമുക്ക് ആ വീടിന്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായും തന്നെ വീടിന്റെ അകത്തെ സാധനങ്ങളെല്ലാം തന്നെ യുവാക്കൾ അടിച്ച് തകർത്തിട്ടുണ്ട്. പ്രകാശിനോട് നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്തായിരുന്നു സംഭവം? ശരിക്കും എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം? എന്താണ് സാർ? അവർ തമ്മിലുള്ള പ്രശ്നം അറിയില്ല സാർ. അവർ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. എന്താണെന്നുള്ള വിഷയം ഒന്നും അറിയില്ല. ഇതിനിടയ്ക്കത്തെ വാക്കുകാർക്ക് ഉണ്ടായി, തമ്മിൽ വിഷയമുണ്ടായി. 3 പയ്യന്മാർ ചേർന്ന് ഇവരുടെ മോനെ അടിക്കുകയും ചെയ്ത് പിന്നെ തലയ്ക്കടിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കാണിച്ച് കൈ ഒടിഞ്ഞ് നേമ സ്റ്റേഷനിൽ നിലവിൽ പരാതിയുണ്ട്. ഇന്നലെ എന്താ പ്രശ്നം നടന്നു പറയുന്നത് എനിക്കറിയില്ല സാറേ. ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ 3 പേരാണോ ഉണ്ടായിരുന്നത്? മകനുണ്ടായിരുന്നില്ല? ഇല്ല, ഞാനും അമ്മയും എൻ്റെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ആക്രമിച്ചവരുടെ പേര് അറിയോ? അറിയാം. രാജീവ് അവൻ്റെ അനിയൻ ചിക്കു എന്ന് വിളിക്കുന്ന. നേരത്തെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവർ 2 ചേർന്നാണ് നേരത്തെ ഇവനെ അടിച്ചത്. എൻ്റെ മോനെ അടിച്ചത്. കൃത്യമായിട്ട് അറിയില്ല. തർക്കമുണ്ടെന്ന് മാത്രമേ അറിയൂ. അത് അത്രേ ഉള്ളൂ സാറേ. എനിക്ക് കാര്യങ്ങൾ അറിയില്ല. മകനെ വിളിച്ചിട്ട് കിട്ടില്ല. മകനുണ്ടോ ഇപ്പോൾ? ഇല്ല. ഇന്നലെ എന്താ വിഷയം നടന്നെന്ന് പറയുന്നു. അതിനുശേഷം വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചില്ല. അപ്പൊ ഇന്ന് വിഷയം നടക്കുമെന്ന് വിചാരിച്ചാൽ ചില പേടിച്ചായിരിക്കും വരാത്തതെന്നാണ്. രാത്രി എങ്ങനെയായിരുന്നു? ഇവര് ബഹളം ഉണ്ടാക്കി കത്തി വെച്ച് കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതെ, ഇവിടെ നിന്ന് പെട്ടെന്ന് ഈ ചില്ല് തകർക്കുന്ന സൗണ്ട് കേട്ട് എൻ്റെ വൈഫ് പെട്ടെന്ന് ഇറങ്ങി. ഞാൻ ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ഇതെല്ലാം കഥകളൊക്കെ അടിച്ച് പൊളിച്ച് അകത്ത് കയറി. അപ്പോൾ എൻ്റെ വൈഫ് പേടിച്ച് ബാത്റൂമിൽ കയറി. ബാത്റൂം വെട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് അവളെ കഴുത്തിൽ കത്തി കൊണ്ട് വെട്ടുകത്തി വലിയ സംഭവമാണല്ലോ. ഇതൊരു കൊള്ള സംഘം പോലെയാണല്ലോ. ഇത് വല്ല കൊട്ടേഷൻ സംഘങ്ങളാണോ എന്നുള്ളതാണ്. ആഷിൻഡിയാഗോ പ്രതികരണം എടുത്തോളൂ. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം.